എന്തുണ്ട് ചങ്ങായി? ഇപ്പം മലബാറിൽ നല്ല വമ്പുള്ള ചെന്നായി ഉണ്ട് തറവാട്ടിൽ. ഫൈസൽ മലബാർ എയറിലാണോ? എയറിലായല്ലേ? എയറിലാവണം, കയ്യിലിരിപ്പം അങ്ങനെയാണ്. സി ഫൈസൽ മലബാർ എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആളുടെ പ്രൊഫൈൽ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ നന്മമരം. നന്മമരം ഇൻ ദ സെൻസ് കുറേയൊക്കെ നല്ലത് ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സിലിരിപ്പ് ചില സമയങ്ങളിൽ പുറത്തു വരുമല്ലോ. അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ചില ടൈമിൽ എന്താവുമെന്നറിയോ, ബിസിനസ് മുന്നോട്ട് പോകണം. അപ്പം അതിന് മതത്തിനെ കൂട്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ സംതൃപ്തിപ്പെടുത്തേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം അങ്ങോട്ട് എടുത്ത് ഒരു കൊട്ടയിലാക്കിയിട്ട് എന്ത് ചെയ്യും, വീടിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുപോയി വയ്ക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നിലപാടുകൾ അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വമൊക്കെ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മത നേതാക്കന്മാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് പണയം വെക്കും. ആ ജനസിൽപ്പെട്ട ഒരാൾ, അതിനപ്പുറത്തേക്ക് ഇയാളില്ല. ഓക്കെ, ഒന്നും കൂടി ഒന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 144p വേർഷൻ ഓഫ് യൂസഫലി ആവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, അത്രയും ഞാൻ ഇയാളെ കണക്ക് കൂട്ടിയിട്ടുള്ളൂ. അപ്പം ചെങ്ങായിൻ്റെ വീടിൻ്റെ മറ്റേ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. ബിസിനസ്സുകാരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സിനിമാക്കാർ, പൊളിറ്റീഷ്യൻസ്, അവരെല്ലാവരും വിളിക്കുക, പിന്നെ കുറേ ചാനലുകാരെ വിളിക്കുക, മൊത്തത്തിൽ അതൊന്ന് കളറാക്കി വിടുക. ഇതാണ് സംഗതി. റീച്ച് തന്നെ മെയിൻ പരിപാടി. റീച്ച് തന്നെ അവരുടെ PR സ്റ്റണ്ടുകൾ, PR എക്സസൈസുകൾ, PR ഗിമിക്കുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നതാണ്. അപ്പോൾ ഫൈസൽ മലബാറിൻ്റെ ഈ ഒരു PR ഗിമിക്കിൻ്റെ ഒരു പരിപാടിയുടെ തുടക്കം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു നന്മ കാണിച്ചു, ഒരു കല്യാണം നടത്തി കൊടുത്തു, അതിൽ കുറേ ആൾക്കാരെ വിളിച്ചു, അതിൻ്റെ സാധനങ്ങളൊക്കെ നാട്ടുകാരെ കാണിച്ചു. അതിനുശേഷം വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യം പൊളിറ്റീഷ്യൻസ്, പിന്നെ സിനിമാക്കാർ, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ്, ഇങ്ങനെ ഓരോ ടയർ ആയിട്ടാണല്ലോ. ഇപ്പോൾ സെലിബ്രിറ്റി ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ 1 പൊളിറ്റീഷ്യൻസ്, സിനിമാക്കാർ, ടയർ 2 അതിന് താഴെയുള്ള എന്താ പറയുക TV സീരിയൽ, അങ്ങനെ അതിന് താഴെ സോഷ്യൽ മീഡിയ, ഈ സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഏജൻസികളൊക്കെ കൃത്യമായിട്ട് ഇതേപോലുള്ള പണച്ചാക്കുകളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ഊതി ഉറപ്പിച്ച ബലൂണ് പോലെ ഫൈസൽ മലബാറിനെ പോലുള്ള ആൾക്കാർ കുറച്ചെണ്ണങ്ങൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ കടന്ന് കളിക്കും. അപ്പോൾ അങ്ങനെ പോയ കൂട്ടത്തിൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോയ കൂട്ടത്തിൽ, ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു ടൈം നമുക്കറിയാലോ, അതിനുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഇനാഗുറേഷൻസ്, ഫങ്ഷൻസ്, അല്ലെങ്കിൽ മറ്റേ സിനിമ ലോഞ്ചുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. എന്ത് സെലക്ട് ചെയ്യണം വേണ്ടെന്നുള്ളത് നമ്മുടെ പേഴ്സണൽ താല്പര്യം, നമ്മുടെ തീരുമാനമാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ ആദില നോറയുടെ വിഷയം. ആദില നോറയെ കൃത്യമായിട്ട് ഈ ഫൈസൽ മലബാറിൻ്റെ മീഡിയ ടീം വിളിച്ചിട്ട് തന്നെയാണ് പോയത്. ഓക്കെ, കൃത്യമായിട്ട് അവർ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് പോയിട്ടുള്ളത്. അവിടെ ചെന്ന സമയത്ത് അവരെ റെഡ് കാർപ്പറ്റിൽ കയറ്റി, അവിടെ സ്റ്റേജിൽ ഫൈസൽ മലബാർ നിൽക്കുന്നുണ്ടായിരുന്നു, അവിടെ കയറ്റി സംസാരിപ്പിച്ചു, എല്ലാ പരിപാടിയും ചെയ്തു. അവരവിടെ ഭക്ഷണം കഴിച്ചു, ബാക്കി വീട്ടുകാരോ മറ്റേ കുടുംബക്കാരും കൂട്ടക്കാരും വന്ന് അവരൊപ്പം ഫോട്ടോ എടുക്കുന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിയപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ കമൻറ്റുകൾ, കുറച്ച് ആളുകളുടെ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഫൈസൽ മലബാർ ഇതിനകത്ത് ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ട പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 കുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈസൽ മലബാറിൻ്റെ ഇന്നലെ രാത്രി വന്നൊരു പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിപ്പോൾ അയാൾ മുക്കി. ഇയാൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ ചങ്ങായിക്കുണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പ് ഉണ്ടോ അവന്? സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. ഇവൻ അറിയാതെ വന്നുവാണ് ഈ ചങ്ങായി പറയുന്നത്. സ്വന്തം വീട്ടിൽ കൂടിയിരിക്കലിന്, ഓക്കെ, ഈവൻ ഇഫ് യു ഗിവ് ഫോർ എ PR ടീം, നിങ്ങളെ സോഷ്യൽ മീഡിയ ടീമിന് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റീസിന് ലിസ്റ്റ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യില്ലേ? പിന്നെ ആദില നോറയിൽ നിങ്ങൾ കണ്ട പ്രശ്നം എന്താ? മാതാപിതാക്കളെ കുറ്റം പറഞ്ഞു എന്നുള്ളതോ? അങ്ങനത്തെ മാതാപിതാക്കളുള്ള ആൾക്കാർ മാതാപിതാക്കളെ കുറ്റം പറയാതെ എന്ത് ചെയ്യും? സ്വന്തം മക്കളെ വരെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച മാതാപിതാക്കളുള്ള മക്കൾ എന്ത് ചെയ്യും? അവരെന്താ കാണിക്കേണ്ട? മാതാപിതാക്കളെ ഊട്ട് പൂജിക്കണോ? എല്ലാ മാതാപിതാക്കളും നല്ലതാവുമോ? ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ അവർ ലെസ്ബിയൻസ് ആണെന്നുള്ളതാണോ എൻ്റെ പ്രശ്നം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താൻ വിളിച്ച കൂട്ടത്തിൽ എത്ര രാഷ്ട്രീയക്കാരും സിനിമാക്കാരും വന്നു പോയവർക്ക് എത്ര ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്? ഞാൻ അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഒരാളെ എടുത്ത് വെച്ച് പറയുന്നില്ല.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോലെ ഞാനുമായി മാറും. മനസ്സിലായില്ലേ? താൻ വിളിച്ച കൂട്ടത്തിൽ വന്ന സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ബാക്കി ബിസിനസ്സുകാരിലും കേസുകളും പേഴ്സണൽ പ്രോബ്ലംസും അതിനകത്ത് തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത പല വിഷയങ്ങളുള്ള ആളുകളില്ലേ? അപ്പം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. തൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം തലയ്ക്ക് പിടിച്ച കുറച്ച് ടീമുകൾ, അവർക്ക് എന്താണ്, ആദില നോറയെ കാണുമ്പോൾ ലേശം പൊട്ടും. ആ പൊട്ടിയത് കമൻറ്റ് ബോക്സിൽ വന്നു. അപ്പോഴത്തേക്ക് താൻ ഈ ഉളുപ്പില്ലാത്ത പരിപാടിയായിട്ട് ഇറങ്ങി. ഒന്നുമില്ലെങ്കിൽ തൻ്റെ മീഡിയ കോർഡിനേറ്റർ അല്ലെങ്കിൽ മീഡിയ ടീം വിളിച്ചിട്ട് വരുന്ന ആളുകൾ, തൻ്റെ PR ടീം വിളിച്ചിട്ട് വരുന്ന ആളുകളുടെ ലിസ്റ്റ് തനിക്ക് അറിയില്ല എന്ന് താൻ ഇപ്പോൾ പറയുന്നത്. ഇതിനു മുമ്പ് ഒരു പാകിസ്ഥാൻ ബ്ലോഗറെ കൊണ്ടുവന്നിട്ട് ഒരു പ്രൊമോഷൻ ചെയ്യിച്ചതിൻ്റെ കേസിൽ ആകെ മൊത്തം അടപടലം ബോയ്ക്കോട്ടടിച്ച് ഏറിപ്പോയതാണ്. അന്നും ഇതേപോലത്തെ ഒരു എക്സ്പ്ലനേഷനാണ് കൊടുത്തത്. അപ്പോൾ സ്വന്തം നിലയ്ക്കും അല്ലെങ്കിൽ സ്വന്തം ബുദ്ധിക്കും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾക്കും അല്ലേ തൻ്റെ പോക്കൊന്നും മുന്നോട്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെല്ലാം. ഇയാളെ കൊണ്ട് ഈ പോസ്റ്റ് ഇടിപ്പിക്കാനുണ്ടായ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ആദില നോറ ഇയാളുടെ ഫംഗ്ഷന് പോയതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹിലാൽ ബാബു എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി ഫേസ്ബുക്കിൽ എഴുതിയിട്ടൊരു പോസ്റ്റ് നമ്മുടെ സൈഡിൽ വയ്ക്കാം. മലബാർ ഗോൾഡ് മുതലാളിയുടെ ഓരോരോ ദാരിദ്ര്യങ്ങളെ, ഒരു വശത്ത് സംഘികൾ മലബാർ ഗോൾഡ് മുതൽ പാകിസ്ഥാൻ ബന്ധം വരെ ആരോപിച്ചിട്ടുകൊണ്ട് ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നു. അപ്പോഴും സംഘപരിവാർ നേതാക്കളുമായി വലിയ സൗഹൃദം പുലർത്തുകയും അവരുടെ ജനം TV പരസ്യം നൽകി പോരുകയും ചെയ്യുന്നവരാണ് മലബാർ ഗോൾഡ് മാനേജ്മെൻറ്റ്. അത് പിന്നെ ബിസിനസ് സംരംഭകർ എന്ന നിലയിൽ സമൂഹ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുമായി ബന്ധമാണെന്ന് കരുതാം. പക്ഷേ മലബാർ ഗോൾഡ് ഡയറക്ടർ ഈ കാണിക്കുന്ന കലാപരിപാടിയൊക്കെ എന്തിനാണ് സത്യത്തിൽ മനസ്സിലാകുന്നില്ല. MA യൂസഫലി ഒക്കെ നാട്ടുകാർ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെ കൊണ്ടാണ്. കയ്യിൽ തോന കാശുണ്ടെന്ന് കരുതി ആരെങ്കിലും ഇതുപോലുള്ള വാർണിഷ് വാങ്ങി ദേഹത്ത് അടിക്കുമോ ചെല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. അതിനടിയിലുള്ള ഫോട്ടോ കൊടുത്തിട്ടുള്ളത് നൂറയും ആദിലയും ഒരുമിച്ച് ഫൈസൽ മലബാർക്കയുടെ വീട്ടിൽ ചടങ്ങിൽ എത്തിയപ്പോൾ, അതായത് ആദില നോറയെ കൊണ്ടുവന്ന വിഷയത്തിലാണ് ഈ ചങ്ങായി പോസ്റ്റ് എഴുതിയിട്ടത്. ഈ ഹിലാൽ ബാബുവിൻ്റെ പോസ്റ്റിനെ തുടർന്ന്, അതായത് അതിൻ്റെ വാല് പിടിച്ച് നമ്മുടെ അനിൽ ടോക്സ് ചിരിക്കുന്ന അനിലിൻ്റെ വക അടുത്തൊരു വീഡിയോ. മലബാർ ഗോൾഡ് ഫൈസലിക്കയുടെ വീട്ടിൽ മാലാകമാർ എത്തി. ഫൈസലിക്ക നിവർത്തി കൊണ്ട് കളകള പുളകിതനായി, നിർവൃതി കൊണ്ട് കളകള പുളകിതനായി. ഇതാണ് ഈ അനിലിട്ട പോസ്റ്റിലാണ് പറ്റ കുരു പൊട്ടിയത് തോന്നുന്നു ഇയാൾക്ക്. പിന്നെ ആ സാധനം ഭയങ്കരമായിട്ട് വൈറലായി. ഒരുപാട് ഈ അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെളുപ്പിക്കുകയാണ്. മനസ്സിലായില്ല? മലബാർ ഗോൾഡിനെയും അല്ലെങ്കിൽ ഫൈസലിനെയും വെളുപ്പിക്കുന്ന ഒരു പരിപാടി ഇയാൾ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ആ പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സ്കീം വന്ന സമയത്ത് ആദില നോറയെ ഈ ഒരു ഫംഗ്ഷന് വിളിച്ച സംഗതി ഫേസ്ബുക്കിൽ പോസ്റ്റായി. കമൻറ്റ് ബോക്സിൽ കുറേ കമൻ്റ് ആയപ്പോഴത്തേക്ക് അനിൽ അത് കണ്ടന്റ് ആക്കിയതോടുകൂടി മലബാർ ഈ പറഞ്ഞ ബ്രാൻഡിന് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ബിസിനസ് വല്ല ഇടിവ് വരുമോ? ഓൾറെഡി പാകിസ്ഥാൻ ബ്ലോഗറെ കൊണ്ടുവന്നിട്ട് ഒരു സൈഡിൽ സംഖ്യകളെടുത്ത് എയർ കയറ്റാണ്. എന്നാൽ പിന്നെ ഞമ്മൻ്റെ ടീമിനെ കുറച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് എഴുതിയിടണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ഫൈസൽ മലബാർ എഴുതിയിട്ടാന്നുള്ളത്. അയാൾക്ക് അതിനുള്ള ഒരു ഐറ്റം ഒന്നും അയാളില്ല. അയാളുടെ ഒരു പ്രവൃത്തിയും അയാളുടെ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ മൊത്തം PR ബിൽഡാണ് ചങ്ങായി. അപ്പോൾ ആരോ മീഡിയ കോർഡിനേറ്റേഴ്സ് എഴുതി കൊടുത്തൊരു പോസ്റ്റ് അങ്ങനെ എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ച് ഇയാൾ എഴുതിയിടും ചെയ്തു. അതിന് കാരണമായത് ആ ഒരു ഹിലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിനുശേഷം വന്ന ഈ ഒരു അനിലിൻ്റെ വീഡിയോ ആണ്. അനിലിൻ്റെ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. ഇതിപ്പം ഇങ്ങനെ ചില അഴകിയ രാവണന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എന്ത് ചെയ്താലാണ് പേര് കിട്ടുക, എന്ത് ചെയ്താലാണ് റീച്ച് കിട്ടുക എന്നത് ഇങ്ങനെ ആക്രാന്തത്തോട് ഓർത്ത് ഇല്ല തെരുവിലൊക്കെ പേപ്പട്ടികൾ അലിഞ്ഞു തിരിയുന്നത് പോലെ ആരെ കിട്ടിയാൽ പടം വലിയ പ്രശസ്തനാണെന്ന് എന്നെ വിചാരിക്കും. ഏത് പടത്തിനാണ് വലിയ വില, അതിന് മുണ്ടുടുക്കാതെ നിന്നാൽ എനിക്ക് വലിയ കവറേജ് കിട്ടുമോ, അല്ലെങ്കിൽ മുണ്ടുടുക്കാത്തവരെ കൊണ്ടുവന്നാൽ വലിയ കവറേജ് കിട്ടുമോ, അല്ലെങ്കിൽ മരിച്ച അവക്കരുമാരെ കുറേ പേരെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയാൽ ഭയങ്കര പ്രശസ്തിയും പേരും കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ചില കോമാളികൾ അത്തരം ഒരു ഫോട്ടോ കാണാനിടയായി. ആ ഫോട്ടോ വേറൊന്നുമല്ല, നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസലിക്കയുടെ വീടിൻ്റെ പാലുകാച്ചിലിന് 2 മാലാഖമാരെത്തി. ഒന്ന് ആദിലയും മറ്റൊന്ന് നൂറയും. ഫൈസലിക്കായ്ക്കും മലബാർ ഗോൾഡിനുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മുസ്ലിം ഐഡൻറ്റിറ്റി വേണം. പിന്നെ സാധനങ്ങളുടെ കച്ചവടം നടക്കുമ്പോൾ മുസ്ലിം ഐഡൻറ്റിറ്റി വേണം. അതിൻ്റെ പ്രൊമോട്ടർമാരെ പിടിക്കുമ്പോൾ ആ ഐഡൻറ്റിറ്റി വേണം. അത്തരം കാര്യങ്ങളൊക്കെ എടുക്കേണ്ടടുത്തെടുക്കും. പിന്നെ വളരെ സൂക്ഷ്മതയുള്ള, അതായത് സുന്നിയൊക്കെ അടക്കമുള്ള ആളുകൾക്ക് സൂക്ഷ്മതക്കുറവുള്ളതുകൊണ്ട് സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ മഹാസൂക്ഷ്മതയുള്ള ആളാണ് അതിൻ്റെ മുതലാളിമാരും പ്രൊമോട്ടർമാരിൽ പലരും. അവരെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേൽവിലാസവും മറ്റേതുമൊക്കെ
ഇനി എത്ര മതേതരവാദികളാകാൻ ശ്രമിച്ചാലും നിങ്ങളൊക്കെ കോയാമാരാണ്. നിങ്ങളെ മലദ്വാർ ഗോൾഡ് എന്ന് വിളിച്ചത് മുൻ DGP ആണ്. അപ്പോൾ പ്രതികരിക്കാനും അതിന് തടയിടാനും അതിന് പോസ്റ്റ് ഇടാനും ഒക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെ കാണുള്ളൂ. അവിടേക്കാണ് നിങ്ങൾ ആദിലെയും നൂറയെയും വിളിച്ചു വരുത്തി അവരെ മുന്നിൽ നിർത്തി അവരെ പടമെടുത്ത് ഒക്കെ സമൂഹ മാധ്യമത്തിലിട്ട് ഇങ്ങനെ വല്ലാതെ ആശ്ലേഷിക്കും. ഈ കലാപരിപാടിയൊക്കെ ഒരുതരം മാനസിക രോഗമാണ്. ഈ മാനസിക വിഹ്വലത എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ മാർഗമായി എന്ന് തോന്നുമ്പോൾ പിന്നെ എന്ത് കാണിച്ചാലാണ് ഈ സമൂഹത്തിൽ എല്ലാവരെയും ഞാനൊരു അതിവിശിഷ്ട ആളും വേറിട്ട ആളുമാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നത്? ആ ബോധ്യപ്പെടുത്തലിൻ്റെ ഭാഗമായുള്ള സംഗതികളാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇത് ഞാൻ ഒരുതരം മാനിയ. ആ മാനിയയുടെ ഇരയായിട്ട് മാത്രം നമ്മൾ ഇതിനെ കണ്ടാൽ മതിയാവും. പക്ഷേ ഓർക്കേണ്ടത് ഇതെല്ലാം തരുന്നത് ഈ പറഞ്ഞതുപോലെ പടച്ചവനാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിശ്വസിക്കുകയും അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ കച്ചവടത്തിൽ അതൊന്നും അതുണ്ടാവില്ല ഇല്ല എന്നുള്ളത് ഒരുപാട് പേർക്കറിയാം. ഈ പറഞ്ഞ കള്ളപ്പന് കൊണ്ടുവരുന്നതും മറ്റേതുമൊക്കെ വാങ്ങിക്കുകയും ഹക്കും ബാത്തിലും ഒന്നും അല്ലാതെ പലതുമൊക്കെ വിറ്റ് തിന്നുകയും എടുക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിൻ്റെ കൂടെ ഇത്തരം അഭ്യാസങ്ങളും കൂടെ നടത്തി ഈ പറയുന്ന ദീനിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇസ്ലാം മതത്തിനും വിശ്വാസികൾക്കും നിങ്ങളുടെ മേൽവിലാസത്തിലൊന്നും അല്ല മുസ്ലിം സമുദായമോ ഇസ്ലാം ദീനോ ഒന്നും അറിയപ്പെടുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ അരോചകമാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിലേക്ക് വിക്ഷേപിച്ച് എന്ത് നേട്ടമാണ്, എന്ത് പ്രശസ്തിയാണ് ആഘോഷിക്കുന്നത്, ആസ്വദിക്കുന്നതെന്നൊട്ടും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താ പറയുക, നല്ല മനോഹരമായി ഒരുങ്ങി അള്ളാഹു നല്ല നിഅമത്തും നല്ല ബർക്കത്തും സമ്പത്തും ഒക്കെ പടച്ചതമ്പുരാൻ ഉടയതമ്പുരാൻ തന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കാഷ്ടം അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ വാരി ദേഹത്തൊക്കെ പുരട്ടി അത് വെച്ച് പടവും അതിൻ്റെ ഗന്ധവും ഒക്കെ വിറ്റ് പ്രശസ്തനാവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. സത്യത്തിൽ കണ്ടപ്പോൾ സഹതാപമാണ് തോന്നിയത്. എന്ന് മാത്രമല്ല യൂസുഫ് അലിക്കയെ പോലെയുള്ള മനുഷ്യരോട് വലിയ ആദരവും സ്നേഹവും തോന്നുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ കാഴ്ചകൾ. പുള്ളിക്കൊക്കെ പ്രശസ്തിയൊക്കെ ഇഷ്ടമാണ്, പുള്ളിക്ക് PR ഇഷ്ടമാണ്. പക്ഷേ അതിനൊക്കെ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു അന്തസ്സുണ്ട്, ഒരു 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 മാന്യതയുണ്ട്, ഒരു ചതുരമുണ്ട്. അതിനൊക്കെ പുറത്ത് ഇവരെയൊക്കെ കൊണ്ടുവന്ന് പടം എടുത്തിട്ട് ദാണ്ട ഫസലിക്കാടെ വീട്ടിലേക്ക് ഇത് വന്ന് അള്ളാഹും റസൂലും ഈ വീട് വെച്ചതിൻ്റെ ഹൈറും ഈ വീട് വെച്ചതിൻ്റെ ഷറുകളിൽ നിന്നുള്ള കാവലും ഒക്കെ വരുന്നതിനാണോ ഈ ആദിലെയും നൂറയും വന്ന് അനുഗ്രഹിക്കുന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. അത്രയേ ഉള്ളൂ. അനിലിനെ പോലുള്ളവർ പറയുന്നത് എന്താ പറയുക, നാളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ദീനിനെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ മതപരമായിട്ട് വിശ്വാസമുള്ള ആളുകളെ നിങ്ങളെ സംഘപരിവാറിൻ്റെ ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് വരുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നോക്കിയാലേ നിങ്ങൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള ഡയറക്റ്റ് ഭീഷണി മനസ്സിലായില്ലേ? ആ സാധനത്തിൻ്റെ മുകളിൽ ഈ ചെങ്ങായി ഇങ്ങോട്ട് വീണു. ഞാൻ പറയുമ്പോൾ എന്താ പറയുക, ബിസിനസ്സുകാരാണ്, അവർക്ക് അവരുടെ എക്സിസ്റ്റൻസ് നിലനിൽപ്പ് നോക്കണം. പക്ഷെ അത് ചെയ്യുമ്പോൾ ഇവർ കാണിക്കുന്ന ഒരു ഫേക്ക് ഹ്യൂമാനിറ്റിയുടെ സൈൻ വരും. ഞാൻ ഈ ഫൈസൽ മലബാറിൻ്റെ ഒരുപാട് ഇങ്ങനത്തെ ചാരിറ്റി പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതൊന്നും ഫേക്കാന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ എന്ത് മനസ്സിലായി, ഇയാൾക്ക് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് വെറും സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ട് BGM ഇട്ട് വിൽക്കാനുള്ള വെറും ഐറ്റം മാത്രമാണ്. അയാൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അയാളുടെ ഈ പറഞ്ഞ അറിയാലോ, വലിയ വലിയ പൈസക്കാരാകുമ്പോൾ യൂസഫ് അലി പോലെ ആവണം എന്നുള്ളൊരു ഒരു സാധനം വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ചങ്ങായിക്ക് ആ രീതിയിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഗിമിക്ക് മാത്രമാണ് എന്നുള്ളത് ഈ ഒരൊറ്റ പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കി തന്നു. അനിലിനെ പോലുള്ളവർ വന്നിട്ട് ഇതെന്താണ് ഫൈസലിക്കാന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് മതം തിന്ന് തലയ്ക്ക് പിടിച്ച് നടക്കുന്നവർ വന്നിട്ട് ഫൈസലിക്ക ഞങ്ങൾ കിതാബിൻ്റെ നടുപ്പേജാന്ന് വിചാരിച്ചിരുന്നു, ആദിലാനോറേനെ കൊടുന്നതോട് കൂടിയിട്ട് നിങ്ങൾ കിതാബെന്ന് പുറത്തായി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ പേടിച്ച് മുള്ളി ഈ ചങ്ങായി വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പോയിക്കാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇതേപോലെ അനിലിനെ പോലെ സംസാരിക്കുന്നവരോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആദിലാനോറ വീട്ടുകാരെ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ ഫാമിലിയെ തള്ളിപ്പറഞ്ഞു, ഉപ്പാനും ഉമ്മാനും തള്ളിപ്പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ആദിലാനോറയ്ക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ട ഒരു വൃത്തികെട്ട ഫേസ് ഉണ്ട് അവർ ഏറ്റുവാങ്ങിയത്. ഒരു ഇന്റർവ്യൂവിൽ ആദില പറയുന്നത് കേട്ടോ, ആ ഒരു ടൈമില് പിന്നെ ഫാദറിന്റെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് നിങ്ങൾക്ക് ഹോട്ടലിൽ പോവാൻ, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരെ വിചാരം ഒരു കൂടെ കിടന്ന എന്തോ മാറും എന്നുള്ളൊരു സംഗതി. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു 2 പെൺകുട്ടികളോട് അവർ ലെസ്ബിയൻ ആയതുകൊണ്ട് അവരുടെ ആ ലെസ്ബിയൻ തോട്ട് മാറാൻ വേണ്ടി സ്വന്തം എളാപ്പിയും ബാപ്പയും അടക്കമുള്ളവരൊപ്പം കിടന്നാതി എന്ന് പറയുന്ന ഒരു ഫാമിലി. ഇവിടെ നിങ്ങൾക്ക് ഇതിനെതിരെ ഒന്നും നാവ് വെക്കാൻ വയ്യ, ഇതിനെതിരെ ഒന്നും സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പം പേടിയാണ്. അനിലിനെ പോലുള്ളവർക്കുള്ള പ്രശ്നം എന്താ വെച്ചെങ്കിൽ, മതത്തിനെ കുറിച്ച് പറയുമ്പോഴോ മതത്തിലുള്ള ഇങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ മതം മനസ്സിൽ വെച്ചുകൊണ്ട്
പുതിയ പ്രോഗ്രസീവായിട്ടുള്ള തോട്ടുകളെ അട്ടപ്പട്ടനം എതിർക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അന്തം വിട്ട ടീംസ് സ്വന്തം എളാപ്പയൊക്കെ പോയിട്ട് ഒപ്പം കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ചിന്ത മാറുന്നൊക്കെ പറയുന്ന ഒരു വീട്ടിനകത്തുള്ള കുട്ടികളും അവിടുന്ന് അനുഭവിച്ചൊരു എക്സ്ട്രീം ലെവൽ ഓഫ് അട്രോസിറ്റി എന്തായിരിക്കും എന്നുള്ളതൊന്നും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഇവനെ കൊണ്ടൊന്നും നാവ് പൊങ്ങില്ല. മനസ്സിലായില്ലേ? ഇതിനിടയിൽ തന്നെ ഇവർ ലൈഫ് സ്റ്റോറി ബിഗ് ബോസിൽ പറഞ്ഞ സമയത്ത് നൂറ കൃത്യമായിട്ട് നൂറ അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായ? ആ ടൈമിലടക്കം നമ്മൾ മനസ്സിലാക്കിയത് എന്താ, കുട്ടികൾ വെറുതെ വന്നിരുന്നിട്ട് ഉപ്പാനും ഉമ്മാനും പറയുന്നതല്ല, അല്ലെങ്കിൽ വീട്ടുകാരെ പറയുന്നതല്ല, ഇവർ വീട്ടിൽ നിന്ന് അനുഭവിച്ച അത്രയും വലിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടും അവർ മുന്നോട്ട് വന്ന് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ വന്ന് ദേ ആർ ദ റിയൽ സർവൈവേഴ്സ്. അങ്ങനെ സർവൈവ് ചെയ്ത ആളുകളെ സ്വന്തം വീട്ടിലേക്ക് PR ടീമെങ്കിൽ PR ടീം വിളിച്ചു കൊണ്ടുവന്ന് ക്ഷണിച്ചു. അവർ വന്നു, അറ്റൻഡ് ചെയ്തു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു, അവരവിടെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് തിരിച്ചു പോയി. ഈ തിരിച്ചു പോയിട്ടും ഫൈസലിന് ഇങ്ങനത്തെ ഒരു പോസ്റ്റ്, അത് ആരെഴുത്തുന്ന ഫൈസൽ കോപ്പി പേസ്റ്റ് അടിച്ചിട്ടതാണെന്നുണ്ടെങ്കിലും തനിക്ക് ഉളുപ്പുന്നാണോ മാനോ ഇല്ലായിട്ടുള്ളൂ താൻ ഈ പരിപാടി. അതായത് താൻ ബിസിനസ്സുകാരനാണ്, തൻ്റെ ബിസിനസ്സിനൊരു കോട്ടം പറ്റരുത് നാളെ, അതിനുവേണ്ടി എവിടെയും കുനിഞ്ഞു കൊടുക്കുന്നുള്ള തേർഡ് റേറ്റ് ഒരുമാതിരി ബിസിനസ് ട്രിക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് ലോകത്തിനു മുന്നിൽ? താൻ എക്സ്പോസ്ഡ് ആയ കൂട്ടത്തിൽ എന്തായി, തന്നെപ്പോലുള്ള ആളുകൾ ബിസിനസ് ചെയ്യാൻ ഏത് എക്സ്ട്രീം വരെ പോകുന്നുള്ളതും നാട്ടുകാർക്കാണ് കാണിച്ചു കൊടുത്തു. തൻ്റെ നാവൊക്കെ എവിടെയായിരുന്നു ഈ പാകിസ്ഥാൻ ബ്ലോഗറെ കൊണ്ടുവന്ന സമയത്ത്, ആരോപണങ്ങൾ വന്ന സമയത്ത് തൻ്റെയൊക്കെ നാവ് എവിടെയായിരുന്നു എനിക്കറിയില്ല. ഈ അനിൽ അന്നും വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അന്നും വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് അനിലും ടീമും. അന്ന് ഇവർ അലിഷ്ബ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗറെയാണ് കൊണ്ടുവന്നത്. ഇന്ത്യ ആ ഓപ്പറേഷൻ സിന്ദൂർ ടൈമിലൊക്കെ ഇന്ത്യക്കെതിരെ പോസ്റ്റ് വരെ ഇട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ അലിഷ്ബ ഖാലിദ്. അവർ സംഗതി പാകിസ്ഥാൻ ബോൺ, പാകിസ്ഥാൻ ഒറിജിനാണ്, ലീവ്സ് ഇൻ അബ്രോഡ്. പക്ഷേ അവരെ പോലുള്ളൊരു വ്ളോഗറെ കൊണ്ടുവന്നതിന് ഇവിടെ എതിർപ്പും പ്രശ്നങ്ങളും വന്ന സമയത്ത് വരെ ഇതേപോലൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ളൊരു സംഗതിയോ ഇല്ല. ഏതെങ്കിലും ഇപ്പോൾ ഈ അനിലിനെ പോലുള്ള 4 ചാനലുകാർക്ക് നിങ്ങൾ ഇൻസൈഡിൽ ന്യൂസ് കൊടുക്കും, അത് PR ടീം ഒപ്പിച്ച പരിപാടിയാണ്. എന്നിട്ട് അത് ന്യായീകരിക്കാനും വെളുപ്പിക്കാനും കുറേ ടീം ഇറങ്ങും. രാജ്യത്തിനെതിരെ തീവ്രവാദ രാജ്യമായ ഒരു രാജ്യത്തിൽ ആ തീവ്രവാദി രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ വരെ കൊണ്ടുവന്ന് അത് പ്രൊമോഷൻ ട്രിക്കാക്കുന്ന ഒരു തരം തേർഡ് റേറ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ബിസിനസ് മൈൻഡുള്ള ടീം. അവർ പിന്നെ ഈ ആദിലാനോറെ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇതേപോലെ സൊസൈറ്റിയിൽ വേണ്ടി പിച്ച് ചെയ്യുന്ന ഇട്ട് കൊടുക്കില്ല എന്നുള്ളത് അത് ചെയ്യും. അതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം എന്താ പറയുക, എൻഡ് ഓഫ് ദ ഡേ ഇവനൊക്കെ എങ്ങനെ ഇവൻ്റെ കച്ചവടം നടന്നാൽ മതി, ഇവനൊക്കെ നന്മപരമായിട്ട് സൊസൈറ്റിന് മുന്നിൽ നിന്നാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിയൽ ഹ്യൂമാനിറ്റി ഒന്നും ഇവനൊന്നും എവിടെയും കീപ്പ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവനൊന്നും മുന്നോട്ട് വെക്കാനോ ഇല്ല. അതിന് മാത്രമൊന്നും ഇല്ല. ഇനി ഇവൻ്റെയൊക്കെ ഈ പോസ്റ്റിനടിയിൽ വരുന്ന കമൻറ്റുകൾ അതിലും കോമഡിയാണ്. അയ്യോ ഇപ്പോഴെങ്കിലും ഫൈസലൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞല്ലോ, തിരിച്ചറിവിന് റെസ്പെക്റ്റ്, ഇതേപോലുള്ള ഒരു ലെസ്ബിയൻ കപ്പിളിനെ നോർമലൈസ് ചെയ്യുന്നതിൽ നിങ്ങൾ നിന്നു കൊടുത്തില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ. മനസ്സിലായില്ലേ? അവർ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ആറാടുകയായിരുന്നു. എന്നാൽ ഫൈസലിനെ എതിർത്ത് ഈ ചെയ്തത് ശരിയല്ല, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് ഈ ചങ്ങായി ചെയ്തത്. ഞാൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇവർ എത്ര മാന്യമായിട്ടാണ് അവിടെ സ്റ്റേജിൽ കയറിയിട്ട് അവരോട് ചോദിച്ച കാര്യങ്ങളോട് അത്ര അടിപൊളിയായിട്ട് അവരെ വെൽക്കം ചെയ്ത ബാക്കി ടീം. എന്നിട്ട് അവർ സ്റ്റേജിൽ കയറി കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച്, അതായത് ആ ഫംഗ്ഷൻ അവർ വന്നതിൻ്റെ ഹാപ്പിനെസ് പറഞ്ഞു പോയ ആൾക്കാരല്ലേ. ബിഗ് ബോസിൽ നിന്ന് വന്ന് മറ്റൊരു ഭവനത്തിലേക്ക് കയറാൻ പോവാണ്. എന്ത് തോന്നുന്നു? ബിഗ് ബോസ് വന്നിട്ട് ഇപ്പൊ വേറൊരു ഹൗസിലും എനിക്കൊന്നും പറയണ്ടേ അറിയത്തില്ല. നമ്മള് ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഇപ്പോ വേറൊരു ഫംഗ്ഷൻ, ഇന്നലെ ഡോറിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് ഇതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ഡോറയ്ക്കൊന്നും പറയാനില്ല, എപ്പോഴും അതിലെ ഏൽപ്പിക്കണം. ഡോറയെ കൂടെ സംസാരിച്ചു. ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് നമ്മുടെ അതിഥിയായി കയറാം. ഇതെന്താ ചെയ്യേണ്ടത്? ആദിലാനോറ ദയവ് ചെയ്തിട്ട് ഈ ഫൈസൽ മലബാറിൻ്റെ അവിടുന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ലും പൈസ അടക്കി ഈ ചങ്ങായിക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ പറയുമ്പോൾ അതാ വേണ്ടേ. പിന്നെ നിങ്ങളൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര ചാർജ് ചെയ്യുക ആ പൈസ വേണ്ടി എഴുതി വാങ്ങണം. മനസ്സിലായി? ഫ്രീ ആയിട്ട് പോയിട്ട് ഇവനൊന്നും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവനൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് യൂസ് ചെയ്യുന്നത് എന്തിനറിയോ? ഇവനെന്തോ വലിയ സംഭവം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ്. മനസ്സിലായി? ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഗിമിക്കുകൾക്ക് നിന്ന് കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ കോമാളികളെടുത്ത് പോവാതിരിക്കുക. അതാണ് നമ്മൾ ആദ്യം സോഷ്യൽ മീഡിയയിലുള്ളവർ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളവർ എന്താ പറയുക, മറ്റേ പാണ്ടിപ്പടയിലെ സെറ്റപ്പ് സാപ്പിട്രാ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഇങ്ങനെ എല്ലും കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കും. ചിലർ അവിടെ പോയിരുന്നിട്ട് ഒന്നുമില്ലേ അയ്യോ ഫൈസലിക്കാന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് കയ്യും കൂപ്പി പിടിച്ച് പോരും.
എന്നിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ സഹായം ചെയ്തു ഇവിടെ സഹായം ചെയ്തു എന്ന് പറഞ്ഞിട്ട് 10 റീലും ഇട്ടിട്ട് അങ്ങനെ മില്യൺ അടിച്ച് നടക്കണം. അതാണ് ഇവൻ്റെയൊക്കെ ഒരു ആവശ്യം. പിന്നെ ഏത് രീതിയിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ആരെക്കൊണ്ടും പൈസ കൊടുത്ത് വെളുപ്പിക്കുക എന്നുള്ള മൈൻഡും. ഞാൻ വേറൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വെളുപ്പിക്കാൻ നടക്കുന്നതിൻ്റെ ഒരു അവസ്ഥയ്ക്ക് എനിക്ക് നന്നായിട്ട് അറിയുന്ന കേസാണ് ശരിക്കും ഈ ഫൈസൽ മലബാറിൻ്റെ വിഷയത്തിൽ. കൂടുതൽ ഞാൻ പറയാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അതിൽ പിന്നെയും പേഴ്സണലായിട്ടുള്ള കുറച്ച് പേരൊക്കെ ഇൻവോൾവ് ആവുന്നുള്ളത് കൊണ്ട് ഞാനത് നിർത്തി, ഞാൻ പറയുന്നില്ല. കാരണം ഈ പാകിസ്ഥാൻ ഈ ബോയ്ക്കോട്ട് ഇഷ്യൂ വന്ന സമയത്തൊക്കെ നട്ടോട്ടം ആൽമ തീ പിടിച്ച് ഓടിയായിരുന്നു. പക്ഷെ നമ്മൾ നിലപാടുണ്ട്. നമ്മളെയൊക്കെ അപ്രോച്ച് ചെയ്ത സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരു പാകിസ്ഥാനി അല്ലെങ്കിൽ പാകിസ്ഥാൻ ബോൺ ഒറിജിൻ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിടിച്ച് നിൽക്കാൻ ന്യായീകരിക്കുക. പക്ഷേ ഇന്ത്യക്കെതിരെ പോസ്റ്റ് ഇട്ടൊരു വ്യക്തി ഒരു പാകിസ്ഥാൻ ഒറിജിനെ കൊണ്ടുവന്നിട്ടാണ് ഈ പറഞ്ഞ പരിപാടി കാണിച്ചത്. പിന്നെ അതിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാട്ടുകാരെ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉളുപ്പ് വേണമല്ലോ. എനിക്ക് എന്താണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ പരിപാടികൾ ന്യായീകരിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ട കേസുകളായിരുന്നു അതൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും ആദില നോറ എന്ന് പറഞ്ഞാൽ ആ 2 സോൾസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവരെ ഇഷ്ടപ്പെടാനും അവരെ സ്നേഹിക്കാനും അവരെ ആക്സെപ്റ്റ് ചെയ്യാനും ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്, മനസ്സിലായോ? അവരെ വീട്ടിൽ കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിന്നെപ്പോലുള്ള ഫേക്ക് നന്മകളുടെ ആവശ്യമില്ല ഫൈസലേ. ഇതുമ്പോൾ പൊളിഞ്ഞിട്ടുണ്ട് നിൻ്റെയൊക്കെ ഈ ഫേക്ക് നന്മ മുഖം. ഇനിയൊരു 10 റീല് അല്ലെങ്കിൽ ഒരു 10 പേർക്ക് മറ്റേ 10 ലക്ഷം 5 ലക്ഷം വെച്ചിട്ട് പൈസ കൊടുത്താലോ, 10 പേരുടെ കല്യാണം നടത്തിയാലോ, 10 പേർക്ക് വീട് വെച്ച് കൊടുത്താലോ, 10 പേരുടെ കടം വീട്ടിയാലോ ഇതൊന്നും മായാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പടച്ചോന് വേണ്ടി സ്വർഗം കിട്ടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഈ 10 റീൽസ് ഇട്ടിട്ട് കാണിക്കേണ്ട പരിപാടികളൊന്നും അല്ല. ദൈവത്തിൽ വിശ്വാസമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാനും പോകുന്നില്ല. ഞാനൊരു അവിശ്വാസിയാണ്. എനിക്ക് വരെ നീയൊക്കെ കാണിക്കുന്ന കോമളത്തരം കാണുമ്പോണ്ടല്ലോ ദൈവത്തിനെയും പറ്റിക്കാണല്ലോ ഈ നാറികൾ എന്നുള്ള തോന്നലാണ്.